എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ സോറോ അവനാണെങ്കിൽ ഏതോ ഒരു വില്ലേജിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഭയങ്കര മഴ. സോറോ അങ്ങനെ മഴയത്ത് നിൽക്കുന്നത് കണ്ട ഒരു പുഞ്ചിരിക്കുട്ടൻ അവനാണെങ്കിൽ ഇപ്പൊ സോറോയെ വിളിച്ച് ഒരു ഷോപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അതിനുശേഷം സോറോയ്ക്ക് കുടിക്കാൻ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുകയാണ്. സോറോ ആണെങ്കിൽ ആ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് അവനുമായിട്ട് അടുത്തുണ്ടായിരുന്ന ഒരു ഗാംബ്ലിംഗ് സെന്ററിലേക്ക് കയറി ചെല്ലും. സോറോയ്ക്കും അത് കുറച്ച് ഇഷ്ടാവും. സോറോ അവന്റെ കളി സ്റ്റാർട്ട് ചെയ്യും. സോറോയ്ക്കാണെങ്കിൽ ആ ഡയസിന്റെ ശബ്ദം അത് കേൾക്കുമ്പോൾ തന്നെ ഏത് നമ്പറാണ് വീണതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. അവൻ ആ നമ്പേഴ്സ് കറക്റ്റായി പറഞ്ഞ് നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരുപാട് പണം അതങ്ങനെ നേടിയെടുക്കുകയാണ്. ആ ഷോപ്പ് ഓണർക്കാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. കാരണം അവർക്കിപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. സോറോ ഇത്രയും നേരവും കളിച്ച കളിയിലെല്ലാം അവൻ തന്നെയാണ് വിജയിച്ചത്. അവരുടെ പണം അത് ഒരുപാട് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പുഞ്ചിരിക്കൂട്ടനാണെങ്കിൽ ഇപ്പൊ സോറോയെ അഭിനന്ദിക്കും. വാവ്, യു ആർ ഗ്രേറ്റ്, നിനക്ക് ശരിക്കും നല്ല ലക്കുണ്ട്. നീ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുകയാണെങ്കിൽ അധികം വൈകാതെ ഈ കട തന്നെ പൂട്ടിപ്പോകുന്നു പറയും. അത് കേട്ട് സോറോ ആണെങ്കിൽ ചിരിച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് അതാ ചെരിക്കൂട്ടന് കൊടുക്കുകയാണ്. ചെരിക്കൂട്ടനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത നമ്മുടെ ഉണ്ടപ്പെണ്ണിനെയും നാമയും കാണിക്കും. അവർ രണ്ടുപേരും ഇപ്പോഴും ആ കൈറ്റിന്റെ മുകളിൽ തന്നെ അങ്ങനെ ലാൻഡ് ചെയ്യാതെ അങ്ങനെ പറന്ന് നടക്കുകയാണ്. ഇപ്പോ അവരുടെ പ്രധാന ആവശ്യം എത്രയും വേഗം സോറോയെ അവനെ കണ്ടെത്തണം എന്നതാണ്. അവരാണെങ്കിൽ ഓരോരോ വില്ലേജുകളായിട്ട് അങ്ങനെ അരിച്ചു പെറുക്കും. പക്ഷെ ഇതുവരെ സോറോയെ മാത്രം അവർക്ക് കണ്ടെത്താനായിട്ടില്ല. അപ്പോ നടക്കുന്ന കാര്യങ്ങളെല്ലാം നാമിയാണെങ്കിൽ ഇപ്പോ കെന്നിനെ വിളിച്ചറിയിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ കെന്നിനെ കാണിക്കും. കെന്നും അവന്റെ അസിസ്റ്റൻസും ചേർന്ന് അവർക്ക് യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ അതങ്ങനെ തേച്ചു മിനുക്കി തയ്യാറാക്കി വെക്കും. മറ്റൊരു ഭാഗത്ത് ക്യാരറ്റ് ആൻഡ് ടീമാണെങ്കിൽ ഇപ്പോൾ ഓരോരോ സ്റ്റോർ റൂമിലൊക്കെ കടന്നു കയറി അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ബേസിക് തിങ്സ് അതെല്ലാം തന്നെ അടിച്ചു മാറ്റും. അതിനുശേഷം ആ കളവ് നടത്തിയത് അത് ഷുട്ടന്മാരുമാണെന്ന് ഒരു നോട്ട് അവിടെ എഴുതി വെക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ഫ്രാങ്കി അവനാണെങ്കിൽ അവന്റെ സീനിയർ കാർപ്പന്ററിനോട് അങ്ങനെ കെഞ്ചാണ്. സാർ പ്ലീസ്, ആ ബ്ലൂ പ്രിന്റ് അത് മാത്രം എനിക്ക് തരണം. ഇത്രയും കാലവും ഒരു പ്രതിഫലവും വാങ്ങാതെ അങ്ങയുടെ നല്ലൊരു ശിഷ്യനായി ഒരുപാട് ജോലികൾ ഞാൻ ചെയ്തു. ഇനിയും അതുപോലെ തന്നെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അങ്ങയുടെ ഒരു സന്തോഷത്തിനും എൻ്റെ ഒരു ആശ്വാസത്തിനും ആ ബ്ലൂ പ്രിന്റ് അതെനിക്ക് തരണം. അതിന് ആ സീനിയർ കാർപ്പൻ്റർ ആണെങ്കിൽ ഒരല്പനേരം അങ്ങനെ കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കും. അതിനുശേഷം അവനോട് പറയും, ഓ നോ, ഞാനത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരത്യാവശ്യം വന്നപ്പോൾ വിറ്റുപോയി. ടാങ്കിക്കാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് തന്നെ അങ്ങനെ വന്നു പോവാണ്. കാരണം ഇത്രയും ദിവസങ്ങൾ ആളുടെ ആട്ടും തുപ്പും സഹിച്ച് അവനവിടെ ജോലി ചെയ്തത് ഇതിനു വേണ്ടി മാത്രമായിരുന്നു. കൺട്രോൾ പോയ ഫ്രാങ്കി ആണെങ്കിൽ ഇപ്പോൾ ആളെ എടുത്തിട്ട് അച്ചരം പൊച്ചറ അടിക്കുകയാണ്. അതിന് ആ സീനിയർ കാർപ്പൻ്ററും വിടാതെ ചുറ്റുകൊക്കെ എടുത്ത് ഫ്രാങ്കിയുടെ തലയ്ക്കും ആഞ്ഞടിക്കും. നിനക്കിത്ര ധൈര്യം ഉണ്ടെങ്കിൽ സീനിയർ കാർപ്പൻ്റർ ആയിട്ടുള്ള എന്നെ നീ അറ്റാക്ക് ചെയ്യുമെന്ന് ചോദിച്ച് ഫ്രാങ്കിയോട് ദേഷ്യപ്പെട്ട് പറയും, നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. അതിന് ഫ്രാങ്കി പറയും, ഒരു ദിവസം മുൻപേ ഞാൻ ഓൾറെഡി റിസൈൻ ചെയ്ത് കഴിഞ്ഞാണെന്ന് പറഞ്ഞ് അവനിപ്പോ ഓരോരോ ഷോപ്പുകളായിട്ട് കയറി ഇറങ്ങി നടക്കും. ഏത് ഷോപ്പിലാണ് ആ ഒരു ബ്ലൂ പ്രിന്റ് വിറ്റത് എന്നറിയാനായിട്ട്. ഒടുവിൽ ഒരു ഷോപ്പ് അവൻ കണ്ടെത്തും. പക്ഷേ ആ ഷോപ്പിന്റെ ഉടമസ്ഥനാണെങ്കിൽ ആ ഒരു ബ്ലൂ പ്രിന്റ് അത് മറ്റാർക്കോ വിറ്റ് കഴിഞ്ഞിരുന്നു. അവനത് വിറ്റ ആളുടെ പേര് ഇപ്പൊ ഫ്രാങ്കിയോട് പറയും. ഫ്രാങ്കി ആണെങ്കിൽ അവനോട് കാര്യം അന്വേഷിക്കും. അവനാണെങ്കിൽ അത് അവന്റെ ഹൗസ് ഓണർക്ക് കൊടുത്തിരുന്നു. ഹൗസ് ഓണർ ആണെങ്കിൽ അവന്റെ ഗേൾ ഫ്രണ്ടിന് കൊടുക്കും. ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ അത് അവളുടെ മകൾക്ക് കൊടുക്കും. പെൺകുട്ടിയാണെങ്കിൽ വേറെ ആരുടെയോ പേര് പറയും. അങ്ങനെ ഒരുപാട് അലഞ്ഞ് അത് കണ്ടുപിടിക്കാൻ കഴിയാതെ ഫ്രാങ്കി കാഞ്ചറോട് അടുത്തേക്ക് വന്ന് എന്റെ നിസ്സഹായ അവസ്ഥ അത് കാഞ്ചറോട് പറയുകയാണ്. കാഞ്ചറോ ആണെങ്കിൽ ആ ഒരു കാര്യം കെന്നിനെ വിളിച്ചറിയിക്കുകയാണ്. കെന്നിനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ആ ഒരു ബ്ലൂ പ്രിന്റ് അതെവിടെയായിരിക്കും ചിന്തിച്ച് അവൻ അങ്ങനെ നിൽക്കും. ആ സമയം ക്യാരറ്റ് ആൻഡ് ടീമാണെങ്കിൽ അവർ അടിച്ചു മാറ്റിയ സാധനങ്ങളുമായി വിജയശ്രീ ലാളിതരായി അവിടേക്ക് എത്തും. സോറോ ആണെങ്കിൽ വീണ്ടും വീണ്ടും കളിച്ച് ഒരുപാട് പണം നേടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ട് കലി ഇളകിയ ആ ഷോപ്പ് ഓണർ ആളാണെങ്കിൽ ഒരു സിഗ്നൽ കൊടുക്കും. സിഗ്നൽ കൊടുക്കേണ്ട താമസം സോറോ പറഞ്ഞ നമ്പർ അത് മാറ്റാനായിട്ട് അവരൊരു നീഡിൽ ഉപയോഗിച്ച് ആ ഡയസിനെ തട്ടിവിടും. ആ കപ്പ് ഓപ്പൺ ചെയ്യേണ്ട താമസം സോറോ പറഞ്ഞ നമ്പറിന് നേരെ വിപരീതമായിട്ടുള്ള മറ്റൊരു നമ്പർ ആയിരിക്കും ഇപ്പൊ ഡയസിൽ കാണിക്കുക. സോറോ ആണെങ്കിൽ അത് കണ്ട് ഞെട്ടും. കാരണം അവൻ കറക്റ്റായിട്ട് ആ ഡയസിന്റെ ശബ്ദം അത് കേട്ടാണ് ഗസ് ചെയ്തത്. പക്ഷേ അതിപ്പോ തെറ്റിയിരിക്കുകയാണ്. അത് കണ്ട് അത്രയും സമയം അവനെ സപ്പോർട്ട് ചെയ്ത ആ ഒരു ചെരിക്കുട്ടൻ അവനാണെങ്കിൽ ഇപ്പൊ സോറോട് പറയും, നിന്റെ ലക്ക് ടൈം അത് അവസാനിച്ച് കഴിഞ്ഞു. സോ ഇനി കളിച്ച കയ്യിലുള്ള പണം അത് മുഴുവൻ ഇവർ പിടിച്ചെടുക്കും. ഉടനെ സോറോ ആണെങ്കിൽ ആ ഡയസ് അങ്ങനെ കൊലുക്കുന്നവന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കും. അവൻ ടെററായിട്ട് ചോദിക്കും, നിനക്ക് ഇനിയും കളിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അതിന് സോറോ ആണെങ്കിൽ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് വീണ്ടും കളിക്കും. ആ ഷോപ്പ് ഓണർ ആണെങ്കിൽ സിഗ്നൽ കൊടുത്തുകൊണ്ടേയിരിക്കും. സോറോയുടെ ഗസ് അതിനുൾട്ടയായിട്ടായിരിക്കും നമ്പേഴ്സ് വന്നുകൊണ്ടേയിരിക്കുക.
കാര്യം പിടികിട്ടിയ സോറോ അവൻ കൈ ചുരുട്ടി ആ വലിയ ബോർഡിന് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ ആ ബോർഡ് മൊത്തത്തിൽ തകർന്ന് അതിന്റെ അടിയിൽ ഒളിച്ചിരുന്ന് ആ സൂചി കൊണ്ട് ഐസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നവൻ ഇപ്പൊ പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അടുത്ത നിമിഷം ഒരുപാട് സെക്യൂരിറ്റീസ് വമ്പൻ ആയുധങ്ങളൊക്കെ ആയി സോറോയെ റൗണ്ട് ചെയ്യാണ്. സോറോ ആണെങ്കിൽ ഹാക്കി പവർ ഉപയോഗിച്ച് സെക്കൻഡുകൾ കൊണ്ട് ആ ഒറ്റകളെല്ലാം തല്ലി തല്ലി കൊല്ലും. അതിനുശേഷം ആ ഓണറിന്റെ അടുത്തേക്ക് വന്ന് അവനെ അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. അങ്ങനെ ചിരിക്കൂടനാണെങ്കിൽ അതിന്റെ ഇടയിലേക്ക് വന്ന് സോറോയെ സമാധാനിപ്പിക്കും. അതിനുശേഷം ആ ഓണറിനോട് പറയും, അവൻ കഷ്ടപ്പെട്ട് ഡ്രസ് ചെയ്ത് കളിച്ച് ജയിച്ച പണമാണ്, നിങ്ങൾ അതിൽ ചീറ്റിംഗ് നടത്തി, സോ അവന്റെ പണം അതവന് മര്യാദയ്ക്ക് തിരികെ കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനെങ്കിലും ബാക്കി കിട്ടും. ഷോപ്പ് ഓണർ ആണെങ്കിൽ പേടിച്ച് ഇപ്പോ ആ പണം മുഴുവൻ സോറോയ്ക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം സോറോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് ഇനി ഈ പരിസരത്തേക്ക് വരരുത്. ഇനി നീ ഇവിടേക്ക് വന്ന എന്റെ ഷോപ്പ് അത് മുഴുവനായിട്ടും പൂട്ടിപ്പോവും. അതിന് സോറോ ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ ആ പണവും വാങ്ങി പുറത്തേക്ക് വരും. ചിരിക്കൂട്ടനാണെങ്കിൽ സോറോയെ വിടാതെ പിന്തുടരാണ്. സത്യത്തില് നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ഇത്രയും പവറൊക്കെ എവിടുന്ന് കിട്ടി? നിങ്ങളുടെ പവറും ഫൈറ്റിംഗ് സ്റ്റൈലൊക്കെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എനിക്കും നിങ്ങളോട് വല്ലാത്ത ആരാധന തോന്നുന്നു. ഞാൻ ഇനി മുതൽ നിങ്ങളുടെ അസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാരണം നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫും സേഫ് ആയിരിക്കും. സോ എനിക്ക് നിങ്ങൾ എൻ്റെ മാസ്റ്ററായിട്ട് വേണമെന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ അങ്ങനെ നടന്നു വരും. സോറോ ആണെങ്കിൽ അപ്പോഴും അതിനൊന്നും മറുപടി പറയില്ല. അവരല്പദൂരം മുൻപോട്ടേക്ക് നടന്നു വരുമ്പോൾ ദൂരത്തായിട്ട് ലോങ് ഷോട്ടിൽ ആ ഫ്ലവർ ക്യാപിറ്റൽ കാണുകയാണ്. സോറോയ്ക്കാണെങ്കിൽ ചില ബ്രോക്കൺ മെമ്മറീസ് അവൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ആക്ച്വലി അവൻ ആ ഫ്ലവർ ഫീൽഡിൽ നിന്നാണ് ഇവിടേക്ക് വന്നത്. ശരിക്കൂട്ടനാണെങ്കിൽ ആ ഫ്ലവർ ഫീൽഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. അത് കേട്ട് സോറോ ഇപ്പൊ അവിടേക്ക് നടന്നു പോവും. കട്ട് ചെയ്ത ഇവിടെ ആ ഒറോച്ചി അവൻ ആണെങ്കിൽ CP0 ഒരു മെമ്പറിനോട് കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. ഒറോച്ചി ആണെങ്കിൽ അവർക്ക് വാർഷിപ്പ് ആവശ്യമാണെന്ന് ഇപ്പൊ CP0 മെമ്പറിനോട് പറയും. പണ്ട് ഡോഫ്ലമിംഗോ ഉണ്ടായിരുന്നപ്പോ അവനിലൂടെയാണ് ഇതെല്ലാം തന്നെ അവൻ സ്വന്തമാക്കിയത്. ബാനോ കിണ്ണത്തിലുള്ളവരാണെങ്കിൽ ഗവൺമെന്റിന്റെ റൂൾസ് അതൊന്നും തന്നെ പാലിക്കാറില്ല. കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അത് അവർ തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. വാനോ കിണ്ണത്തിന്റെ വെപ്പൻസ് അത് ഗവൺമെന്റിന്റെ ആവശ്യമാണ്. ഇത്രയും കാലവും അത് ഡോഫ്ലമിംഗോയിലൂടെയാണ് ഗവൺമെന്റ് നേടിയെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഡോഫ്ലമിംഗോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് വാനോ കിണ്ണത്തിലെത്തി ഒറോച്ചിയായിട്ട് അവര് വെപ്പൺ ഡീലിങ്സിനെ കുറിച്ച് സംസാരിക്കും. CP0 മെമ്പേഴ്സ് ആണെങ്കിൽ തീർത്ത് പറയും, ഞങ്ങളെ കൊണ്ട് ഒരിക്കലും വാർഷിപ്പ് ഒന്നും നിങ്ങൾക്ക് തരാനായിട്ട് കഴിയില്ല. അത് കേൾക്കേണ്ട താമസം ആ ഒറോച്ചി അവനാണെങ്കിൽ ഒരു ഡ്രാഗൺ ബീസ്റ്റായി മാറി അവരെ പേടിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് ഒറോച്ചി കാസ്റ്റിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികൾ അവരങ്ങനെ മന്ദം മന്ദം നടന്നു വരികയാണ്. അവരോടൊപ്പം തന്നെ നമ്മുടെ റോബിനും ഉണ്ട്. വിശ്വസുന്ദരിയാണെങ്കിൽ ഓൾമോസ്റ്റ് നടന്ന് ആ കാസ്റ്റിലിൻ്റെ അടുത്തെത്തി. അതേസമയം മറ്റൊരു ഭാഗത്ത് മൊമൻറ്റോസ്കി ആണെങ്കിൽ നിർത്താതെ യുദ്ധത്തിന് വേണ്ടിയുള്ള പ്രാക്ടീസിലാണ്. അപ്പോൾ ആ വയലറ്റ് പെണ്ണ് അവളാണെങ്കിൽ മൊമൻറ്റോസ്കിയോട് ചോദിക്കും, നിനക്ക് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നില്ലേ, അവൾ എവിടെയാണെന്ന് നിനക്കറിയോ? മൊമൻറ്റോസ്കി ആണെങ്കിൽ അത് കേട്ട് തല താഴ്ത്തി നിൽക്കും. അവൻ്റെ അമ്മ അന്നിവരെ ഫ്യൂച്ചറിലേക്ക് അയക്കുമ്പോൾ അവളെ മാത്രം അയച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അവൾ ഇപ്പോഴും ഈ ഐലാൻഡിൽ തന്നെ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് മൊമൻറ്റോസ്കിക്ക് നന്നായിട്ട് അറിയാം. മൊമൻറ്റോസ്കി ആണെങ്കിൽ ഓൾറെഡി ഒരു ശപഥം എടുത്തതാണ്. ആദ്യം ആ ഒറോച്ചിയെ നശിപ്പിച്ച് വാനോ കിങ്ഡം സ്വന്തമാക്കണം. അതിനുശേഷം എൻ്റെ സിസ്റ്ററിനെ കണ്ടെത്തി ഞങ്ങളിവിടെ സുഖമായിട്ട് ജീവിക്കും എന്നവൻ അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ് സാധിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.